ഹലോ, നീഡിൽ മന്ത്രയിലേക്ക് സ്വാഗതം. ഒരു സിമ്പിൾ ഡിസൈനുള്ള ഒരു ക്യാപ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ തുണികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിക്കാം. യോക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് റെഡ് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ സ്കേർട്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാരിയുടെ ബ്ലൗസ് പീസ് ആയിരുന്നു. ഇത് നമുക്ക് സ്കേർട്ടിന്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇനി 1/2 മീറ്റർ യോക്ക് ഭാഗത്തിന് വേണ്ടിയിട്ടും 1 മീറ്റർ തുണി സ്കേർട്ട് ഭാഗത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വൈറ്റ് കോട്ടൺ ലൈനിങ് ആണ് 1/2 മീറ്റർ ഞാൻ യോക്ക് ഭാഗത്തിന് കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്തിന് 1 മീറ്റർ സമ്മർ കോട്ടൺ ലൈനിങ്ങും എടുക്കുന്നുണ്ട്. അപ്പോൾ 6 വയസ്സിന്റെ മെഷർമെന്റ്സിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മെഷർമെന്റ്സ് ഒക്കെ ഞാനിവിടെ കാണിക്കാം. ഈ അളവൊക്കെ വെച്ചിട്ട് ഞാൻ പേപ്പറിൽ പാറ്റേൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാറ്റേൺ ആക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാത്തവരാണെങ്കിൽ അതൊന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ബാക്കും ഫ്രണ്ടിൻ്റെയും സെപ്പറേറ്റ് പാറ്റേൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ആദ്യം ലൈനിങ്ങിൽ ഈ വൈറ്റ് ലൈനിങ്ങിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം ലൈനിങ് രണ്ടായി മടക്കി ഇടുക. ഇനി ബാക്ക് പാറ്റേൺ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ നല്ല തുണിയിലും വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ബാക്ക് കട്ട് ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രണ്ട് പാർട്ട് ലൈനിങ്ങിൽ നല്ല തുണിയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടും ലൈനിങ്ങിലും ഈ രണ്ട് തുണിയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ക്യാപ് സ്ലീവ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിന്റെ ആദ്യം പാറ്റേൺ വെക്കുക. എന്നിട്ട് ക്യാപ് സ്ലീവ് നമുക്ക് എങ്ങനെയാണ് സ്ലീവ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ ക്യാപ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം. തുണി രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ക്യാപ് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സ്ലീവിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്ലീവ് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ടോട്ടൽ 4 പീസായിട്ടാണ് സ്ലീവിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലീവ് കുറച്ച് കട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ റെഡ് ക്ലോത്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 4 പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി സ്കേർട്ട് ഭാഗത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം 18 ഇഞ്ചാണ്. വീതി ചുരുക്കിനനുസരിച്ചിട്ട് വേസ്റ്റ് വണ്ണത്തിൻ്റെ ഒരു 3-4 ഇരട്ടി എടുക്കുക. ഈ ലൈനിങ്ങും നല്ല തുണിയേക്കാൾ ഒരു 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. ഇപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറകിൽ ഞാൻ ഹൂക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിക്ക് 2 പീസ് അതുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം തന്നെ നല്ല തുണി രണ്ടും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ലൈനിങ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ തുണിയും ഈ നല്ല തുണിയും ലൈനിങ്ങും ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇനി ക്യാപ് സ്ലീവ് എടുത്തിട്ട് ഈ നല്ല തുണിയുടെ ഈ ആം ഹോൾ സൈഡിൽ നല്ല വശത്ത് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ക്യാപ് സ്ലീവ് കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചിട്ട് തന്നെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ഫുള്ള് നെക്കും സ്റ്റിച്ച് ചെയ്യുക. പിന്നെ പിറകിൽ ഹൂക്കിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ലൈനിങ് നല്ല തുണിയും കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ഈ കർവ് വരുന്ന സ്ഥലത്തൊക്കെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി സൈഡ് ജോയിൻ ചെയ്യണം. അപ്പോൾ ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക. ഈ രണ്ട് നല്ല തുണിയും ഒരുമിച്ച് വെക്കുക. അപ്പോൾ സീം വിട്ടിട്ട് തയ്ക്കാം. ഇനി ഹൂക്ക് സൈഡിൽ 1.5 ഇഞ്ചിൻ്റെ രണ്ട് സൈഡിലും 1.5 ഇഞ്ചിൻ്റെ തുണി വെച്ചിട്ട് മടക്കിയിട്ട് പ്ലാക്കറ്റ് കൊടുക്കാം. സ്കേർട്ട് ഭാഗം ഞാൻ ചുരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി യോക്കിൽ വെച്ചിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.